ശരി, ശ്രീ പണിക്ക് ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കെ സിക്ക് വേണ്ടി കൂടുതൽ കയ്യുകൾ ഉയരുന്നു. പക്ഷേ കെ സി പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയാകാൻ തൽപരനല്ല, പക്ഷേ ഹൈക്കമാൻഡ് നിർബന്ധിക്കുന്നു, അങ്ങനെ കെ സി പറന്നിറങ്ങുന്നു. അതുമുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അല്ല, കെ സി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ് എങ്കിൽ, കെ സി ആണ് കോൺഗ്രസിന്റെ ചോയ്സ് എങ്കിൽ, ഈ ഒരു മാർഗത്തിൽ കൂടി മാത്രമേ അത് നടക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കോൺഗ്രസിന്റെ ജയിച്ചിരിക്കുന്ന MLA-മാരെല്ലാവരും കൂടി ചേർന്നിട്ട് കെ സി ആവണം അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനം വരുന്ന സമയത്ത് കെ സി പറയുന്നു, ഇല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ ആ തീരുമാനം അവിടെ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ആൾക്കാർ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നു. അവസാനം ഹൈക്കമാൻഡ് കെ സിയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനായിട്ട് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് അച്ചടക്കമുള്ള വിധേയനാകുന്ന ഒരു നേതാവ്, അച്ചടക്കമുള്ള ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ കെ സി വേണുഗോപാൽ തനിക്ക് താല്പര്യമില്ലെങ്കിലും അങ്ങനെ ആ ഒരു മുഖ്യമന്ത്രി പദം താൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സില്ലാ മനസ്സോടെ വരുന്നു എന്ന രീതിയിലത്തേക്ക് മാത്രമേ ആ ചിത്രീകരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ കെ സി വേണുഗോപാൽ ആകട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല. താൻ പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്നതനുസരിച്ച് ഹൈക്കമാൻഡിന് വിനീത വിധേയനായിട്ട് ഈ തീരുമാനത്തിന് വഴങ്ങുന്നു എന്ന മട്ടിലല്ലാതെ മറ്റൊരു രീതിയിലത്തേക്കും അതിന്റെ ചിത്രീകരണം ഉണ്ടാകാനായിട്ട് കഴിയുകയില്ല. കാരണം അതല്ലാതെ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലും കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. ഇങ്ങനെ വന്നാൽ പോലും അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. കാരണം നമുക്ക് ഇപ്പോഴേ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ രീതിയിലത്തേക്ക് മാത്രമേ ഇത് വരികയുള്ളൂ. ഇത് ചെയ്യുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് 10 വർഷം ഭരിച്ചതിന് ശേഷമാണ് ഒരു ഡാമേജ് ഉണ്ടാകുന്നത്, ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ കോൺഗ്രസ് ഈ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഭരണത്തിലേക്ക് കയറുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഈ രീതിയിലേക്കുള്ള ഒരു ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാവുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന ഏതൊരു പ്രചരണത്തിലാണെങ്കിലും, അദ്ദേഹത്തിന്റെ ഏതൊരു കാര്യത്തിനുള്ള വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലായ്പ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് പണ്ട് 2016 നമ്മളിൽ പല ആൾക്കാരും വിമർശിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയിട്ട് അവസാനം ഭരണം കിട്ടുന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന് പറയുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ 2 ഫ്രണ്ട് ലൈൻ നേതാക്കന്മാരുണ്ടായിട്ടും മുഖ്യമന്ത്രി അവരിൽ നിന്നൊരാളായിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ പാർട്ടിക്ക് വേണ്ടി നാട്ടുകാർ വോട്ട് ചെയ്തിട്ടും പുറത്തു നിന്നുള്ള ഒരാൾ വരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ കെ സുധാകരനെ മാറ്റി നിർത്താനുള്ള ന്യായം എന്തായിരുന്നു? കോന്നിയിൽ മത്സരിക്കുന്നതിൽ നിന്ന് അടൂർ പ്രകാശിനെ മാറ്റി നിർത്താനുള്ള ന്യായം എന്തായിരുന്നു? അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളിനെ അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ എന്തൊക്കെ ക്രൈറ്റീരിയയുടെ പേരിലാണോ ഈ ഒരു ഗെയിമിലേക്ക് പോയത്, ആ ഗെയിമിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് തന്നെ തിരുത്തുന്നു എന്നല്ലേ? എന്ന് വെച്ചാൽ അത് ഫേവററ്റിസം അല്ലേ? ആ ഫേവററ്റിസം ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നടപ്പാക്കുകയാണെങ്കിൽ ആ ഫേവററ്റിസം നടപ്പാക്കുന്ന ഹൈക്കമാൻഡ് അഥവാ രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുകയില്ലേ? രാഹുൽ ഗാന്ധിയോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കോൺഗ്രസിലെ നേതാവ്, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ, ആ ആളിന് വേണ്ടിയിട്ട് പക്ഷപാതപരമായിട്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കല്ലേ അതിനെ കാണുക? അതല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ഈ MP-മാരെ മാറ്റി നിർത്തിയത്? ഒരൊറ്റ MP പോലും വേറെ മത്സരിക്കേണ്ട എന്ന് നോക്കിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ജയസാധ്യത നോക്കിയിട്ടാണ് എങ്കിൽ കോൺഗ്രസിന്റെ കണ്ണൂരിൽ നിലവിലുള്ള സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ജയസാധ്യത കെ സുധാകരനാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? കോൺഗ്രസിന് കോന്നിയിൽ വലിയ ജയസാധ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് കണ്ടും പൂട്ടി അടൂർ പ്രകാശ് മത്സരിച്ചാൽ ആ സീറ്റ് കിട്ടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ഭരണത്തിലേക്ക് വരാനുള്ള 71 സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ഈ 2 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു. പക്ഷെ അന്നേരവും പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഈ ഗെയിമിലേക്ക് നമ്മൾ ഇറങ്ങിയിരുന്നപ്പോൾ ഈ ഗെയിമിന്റെ റൂൾ ഇന്നതാണ്, MP-മാര് മത്സരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കപ്പ് മേടിക്കുന്ന സമയത്തേക്ക് മാത്രം ഈ റൂള് മുഴുവൻ മാറ്റിയതിനു ശേഷം മേടിച്ചിട്ടില്ല എന്ന് മറ്റൊരു കാര്യം, കപ്പ് ഇതുവരെ മേടിച്ചിട്ടില്ല. അതാണ് ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. MP ഗോവിന്ദൻ മാഷ് ഒരുപാട് തമാശകൾ പറയുമെങ്കിലും നമ്മൾ കളിയാക്കാറുണ്ട് എങ്കിൽ പോലും മെയ് 4 വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിൽ ഈ തർക്കവും ചർച്ചയും ഉണ്ടാവുകയുള്ളൂ. കാരണം മെയ് 4 LDF അധികാരത്തിൽ വരും. ഇതാണ് ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. അല്ലത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ? കാരണം ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം അതിനുശേഷം, അതായത് ഇത് 4-ാം തീയതി ഫലം വന്ന 5-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കഴിഞ്ഞ തവണ 2021 മുഖ്യമന്ത്രിയായിട്ട് ഭരണ തുടർച്ച കിട്ടിയതിനു ശേഷം പിണറായി വിജയൻ 2 ആഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം എന്തോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന് മതിയായിട്ടുള്ള സമയമെടുക്കാം. ഈ തരത്തിലുള്ള ചർച്ചകളും എല്ലാ നെഗോസിയേഷൻ ഫോർമുലകളും ഹൈക്കമാൻഡിന്റെ ഇടപെടലുകളും എല്ലാം ഇതിനു ശേഷം വരുത്താം. അതല്ലാതെ ഈ സമയത്ത് കോൺഗ്രസിന് ജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ ഈ ചർച്ചകളെല്ലാം നടക്കേണ്ടത് ആഭ്യന്തരമായിട്ടാണ്. അതിൽ സത്യം പറഞ്ഞാൽ ഈ മറ്റ് നേതാക്കന്മാരൊക്കെ പ്രതികരിക്കുന്നത് നോക്കൂ. ഇപ്പോൾ ശ്രീ VD സതീശന്റെ പ്രതികരണം നോക്കൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പറഞ്ഞ കാര്യം 100 സീറ്റ് ഇല്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ള ഒരു പ്രസ്താവന പറയുന്നു. ശരി, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ആരും തോക്കാൻ വേണ്ടിയിട്ടല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയെ ജയിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ശ്രീ സതീശനുണ്ട്. അപ്പോൾ ആ പ്രസ്താവന അതിന്റെ പേരിൽ ട്രോൾ ചെയ്യുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണ്.
പക്ഷേ ഈ വോട്ട് മുഴുവനും മെഷീനിലായതിനു ശേഷവും അദ്ദേഹം ആവർത്തിക്കുന്ന അതേ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ക്ലെയിം സ്റ്റേക്ക് ചെയ്യുകയാണ്. എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത്? ഈ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കായിരിക്കും, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ടാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനയിലൂടെ വിശാല മനസ്കനായിട്ടുള്ള ഒരു നേതാവ് പറയാൻ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തോറ്റാലും ജയിച്ചാലും അതെന്റെ മികവ് കൊണ്ടാണ് എന്നാണ്. അപ്പൊ തോൽക്കുമ്പോൾ പരാജയത്തിന്റെ എല്ലാ പാപഭാരവും പേറാൻ ഞാൻ തയ്യാറാണ് എന്നൊരു നേതാവ് പ്രഖ്യാപിച്ചാൽ നമ്മുടെ മനസ്സിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സെന്റിമെന്റ്സ്, ജയിച്ചാൽ 100 സീറ്റ് വേണ്ട 71 സീറ്റ് കിട്ടിയാണെങ്കിലും ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ നൽകണമെന്നാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് പ്രോസസ്സാണല്ലോ, മൈൻഡ് എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. ഓരോരുത്തരും ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ വോട്ട് പെട്ടിയിലായതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ടോൾ ക്ലെയിംസ് ഒന്നും ആരും നടത്താറില്ല. അതുകൊണ്ട് ശ്രീ എം വി ഗോവിന്ദൻ അവിടെ പറയുന്ന, മഞ്ജുഷ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിനെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിലത്തേക്കുള്ള ചർച്ച LDFന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നില്ല. അവിടെ അനിഷേധ്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഭരണത്തിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന മട്ടിലുള്ള കാര്യമില്ല. അതായത് ഭരണം കിട്ടുമെന്നും അതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ നദി ഒഴുകുന്നത് പോലെ ഒഴുകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫീലേഴ്സ് ആണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് പോകും എന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. നേരത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താ? ഇപ്പോൾ മറ്റു പാർട്ടികൾ തന്നെ അവരെ വിമർശിച്ചിരുന്നത് എന്താണ്? മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ പിടിമുറുക്കും, കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന് പറയും, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും, കീ പോർട്ട്ഫോളിയോസ് എല്ലാം ഇവരെടുക്കും. ആ ഒരു തലവേദന കോൺഗ്രസിന് സോൾവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആ തലവേദനയൊന്നും ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല. പക്ഷേ ലീഗിന്റെ പിന്തുണ ആർക്ക് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ. അല്ലേ, ലീഗ് ആരെ പിന്തുണയ്ക്കും? ഇപ്പോൾ സതീശനെയാണോ ചെന്നിത്തലയാണോ? നമുക്ക് KCയുടെ കാര്യം വിടാം, കാരണം KC ആ കളത്തിൽ ഉണ്ടായിരുന്നയാളല്ലോ. പക്ഷേ സതീശനെയാണോ ചെന്നിത്തലയാണോ? ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കും. ഡെഫിനറ്റ്ലി. അതായത് ഈ കോൺഗ്രസിന്റെ MLA മാർ തീരുമാനിക്കുന്നത് പോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ. ഇപ്പൊ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനത്തിനൊന്നും അതിൽ വലിയ പ്രസക്തി ഉണ്ടാകണമെന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഈ മുന്നണിയെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നിലനിർത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പങ്ക് അവിടെ മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിനെ അവർ പൂർണ്ണമായിട്ട് അവഗണിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നെല്ലാം തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സതീശിന് ഒരു മുൻഗണന താങ്കൾ കാണുന്നുണ്ടോ ഇല്ലയോ? അല്ല, എനിക്ക് അറിയില്ല അതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആരായിരിക്കും എന്നുള്ളത്. ടോപ്പ് ലീഡേഴ്സുമായിട്ട് സതീശന് കാര്യമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ അവരുമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധവും മോശമായിട്ടുള്ള ബന്ധമല്ല. KC വേണുഗോപാലിന് അവരുമായിട്ടുള്ള ബന്ധം മോശമല്ല. അപ്പൊ ഇതെല്ലാം തന്നെ അവസാനം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ആൾക്കാരെയും ഞങ്ങൾക്ക് താല്പര്യമാണ്, എന്നാലും ഇന്നയാളാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന രീതിയിലത്തേക്കുള്ള, വളരെ പുറത്തേക്ക് വരാത്ത രീതിയിലത്തേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ലീഗിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊക്കെ സെക്കൻഡറിയാണ്. ഇപ്പോഴത്തെ ഈ അടിയും പിടിയും ഒക്കെ ഇനി എത്രയോ ദിവസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മെയ് 4 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് വേണ്ടി എത്രയോ സമയം ഇനി ബാക്കിയുണ്ട്. ഇനി അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം, നമ്മൾ സാധാരണ പറയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ട് എണ്ണി തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥിയുടെ നെഞ്ചത്ത് മുട്ട വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിയെടുക്കാം എന്ന് പറയും. അപ്പോൾ ഈ മുട്ട പുഴുങ്ങുകയാണോ, അത് കലങ്ങുകയാണോ, അത് പൊട്ടിത്തെറിക്കുകയാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷമായിരിക്കും ഈ അടിയൊക്കെ അതിന്റെ പരകോടി. കാര്യം കൂടിയുണ്ട്, ഈ അടി ഇങ്ങനെ പരസ്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും അട്ടിമറി നടത്തുവാനുള്ള ശ്രമങ്ങൾ, അതായത് ഈ നേതാക്കളെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടി വരും. അത് മെയ് 4 എന്തായാലും അറിയുവാൻ കഴിയുകയുള്ളൂ അല്ലേ? അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത, ആരെങ്കിലും അങ്ങനെ താല്പര്യപ്പെട്ടാലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇപ്പം പരവൂരിൽ VD സതീശൻ മത്സരിക്കുന്നു, ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു. അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അത് അവിടെയും പ്രതിഫലിക്കും. അങ്ങനെയാണ് എങ്കിൽ അവരുടെ ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് അവരുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ രണ്ടുപേരും പൊട്ടൻഷ്യൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകുമ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം വരിക എന്ന് പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കും. രണ്ടുപേരും സേഫ് ആണ്, അവരവരുടെ മണ്ഡലങ്ങളിൽ രണ്ടുപേരും സേഫ് ആണ്. അപ്പോൾ 2011 ഇങ്ങനെ ഈ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു ഒരു ആശയക്കുഴപ്പമുള്ള സമയത്ത് AI പരസ്പരം കാലുവാരി തോൽപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും ഇത്തവണ അങ്ങനെ പോകുവാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ശ്രീ B. റജി, ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. UDF ജയിക്കുകയാണെങ്കിൽ ആ വിജയത്തിന് പിന്നിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ തന്നെ നടക്കുന്ന ഈ ചക്കളത്തിപ്പോര്. നോക്കൂ മഞ്ജുഷേ, ഇന്ന് കേരളത്തിന്റെ ഈ ആധുനിക കാലത്ത് കേരളത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഈ ചർച്ചയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ
അതായത് ഒരു മൊബൈൽ ഫോൺ, ഒരു സെൽഫോൺ ഉള്ളവരെല്ലാം ജേർണലിസ്റ്റുകളാണ്. അവരുടെ അഭിപ്രായം, അവർക്ക് നേതാക്കളോടുള്ള അവരുടെ താല്പര്യം അല്ലെങ്കിൽ സ്നേഹം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.